വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററാണ് കേട്ടോ. സോഷ്യലാണ് എടുക്കാൻ പോകുന്നത്. 8ാമത്തെ ചാപ്റ്ററാണ് ലിംഗവിവേചനമില്ലാതെ സമൂഹത്തിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിനു മുമ്പ് നമ്മൾ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഓൾറെഡി ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ SCERT ചാപ്റ്റേഴ്സ് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും PSC ആവർത്തിക്കുന്ന SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലിംഗവിവേചനമില്ലാതെ സമൂഹത്തിലേക്ക് എന്നല്ലേ. ഇവിടെ നോക്കിയ ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നൽകിയിട്ടുള്ളൊരു വാർത്ത ഇതാണ്: ലിംഗപദവിയും ലിംഗഭേദവും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ലിംഗപദവി തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ് അല്ലേ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2023 ഓഗസ്റ്റ് 8 പുറപ്പെടുവിച്ച ഒരു നിരീക്ഷണത്തെ പറ്റിയുള്ള വാർത്തയാണിത്. ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ലിംഗപദവി എന്ന് പറയുന്നതും ലിംഗഭേദം എന്ന് പറയുന്നതും രണ്ടാണെന്ന് അല്ലേ. ലിംഗപദവി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഒരു വ്യക്തിയിലാണ് നിക്ഷിപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ലിംഗപദവി, ലിംഗഭേദം എന്നീ പദങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ലിംഗപദവി അല്ലെങ്കിൽ ജെൻഡർ? ലിംഗഭേദം അല്ലെങ്കിൽ സെക്സ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ലിംഗഭേദവും അല്ലെങ്കിൽ ലിംഗപദവിയും എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു അപ്ലിക്കേഷൻ ഫോം തരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ലിംഗപദവിയും ലിംഗഭേദം എന്ന വാക്കുകൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ മറ്റു തിരിച്ചറിയൽ രേഖകളിലൊക്കെ ഉണ്ടായിരിക്കുക ആൺ, പെൺ, മറ്റുള്ളവർ എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ലിംഗഭേദം അല്ലെങ്കിൽ ലിംഗപദവി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്ന വാർത്തയിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ലിംഗഭേദവും ലിംഗപദവിയും വ്യത്യസ്തമായ ആശയങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് സെക്സും ജെൻഡർ എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങളാണെന്നാണ് പറയുന്നത്. ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. അപ്പോൾ ലിംഗഭേദം എന്ന് വെച്ചാൽ എന്താണ്? ആണെന്നും പെണ്ണെന്നും വേർതിരിക്കുന്ന ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം. അതായത് ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയെല്ലാം ആണിനും പെണ്ണിനുമുള്ള വ്യത്യാസങ്ങളാണ് ലിംഗഭേദം എന്ന പദം സൂചിപ്പിക്കുന്നത്. ആണിനും പെണ്ണിനുള്ള വ്യത്യാസങ്ങൾ ക്രോമസോംസ്, ശരീരഘടന, ഹോർമോൺസ്, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടകങ്ങൾ എന്നിവയിലെ ആണിനും പെണ്ണിനുള്ള വ്യത്യാസങ്ങളെയാണെന്ന് പറയുന്നത് ലിംഗഭേദം എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗഭേദം എന്ന് വെച്ചാൽ ആണും പെണ്ണും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തിൽ വരുന്നത്? ലിംഗഭേദത്തിൽ വരുന്നത്. ലിംഗപദവി എന്നത് പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. ലിംഗഭേദം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. എന്നാൽ ലിംഗപദവി എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേക സാമൂഹിക സന്ദർഭങ്ങളിലൂടെ പുരുഷൻ, സ്ത്രീ എന്നീ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും മാനസികവുമായ സവിശേഷതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ചില സമൂഹങ്ങളിൽ പിങ്ക് നിറം സ്ത്രീകൾക്ക് നിറമാണെന്നും നീല നിറം പുരുഷന്മാർക്കുള്ള നിറമാണെന്നും പരിഗണിക്കുന്നു. ഇതിന് യാതൊരു ജൈവിക കാരണങ്ങളും ഇല്ല. ഇത് കാലങ്ങളായുള്ള സാമൂഹിക സമ്പ്രദായമായി നിലനിൽക്കുന്നതാണ്. ഇത്തരം മറ്റു സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ആണിന് ഒരു നിറം, പെണ്ണിന് നിറം എന്ന് പറയുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ എന്തൊക്കെയാണുള്ളത്? ലിംഗപദവി ജീവശാസ്ത്രപരമോ സ്ഥിരതയോ ഉള്ളതല്ല എന്നാണ് പറയുന്നത്. ലിംഗപദവി എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമോ അല്ലെങ്കിൽ സ്ഥിരതയോ ഉള്ളതല്ല, സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. സാമൂഹിക ഇടപെടലുകളിലൂടെ ആർജിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. അതായത് ലിംഗപദവി എന്ന് പറയുന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്. ലിംഗപദവി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാമൂഹിക നിർമ്മിതിയാണ്. അതായത് ലിംഗപദവി എന്ന് പറയുന്നത് ലിംഗഭേദത്തിന് അപ്പുറമുള്ള ഒരാശയമാണ്. ലിംഗഭേദത്തിന്, അതായത് ആൺ പെൺ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു ആശയമാണ്. ഓരോ സമൂഹവും പുരുഷൻ, സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, ഓരോ സമൂഹവും പുരുഷനും സ്ത്രീക്കും എങ്ങനെയാണ് പെരുമാറ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതീക്ഷ എന്ന് പറയുന്നതൊക്കെ ഓൾറെഡി ബിൽഡപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആൺകുട്ടികൾ കളിത്തോക്കുകളും
പെൺകുട്ടികൾക്ക് പാവകളുമാണ് അനുയോജ്യമായ കളിപ്പാട്ടങ്ങളെന്ന ധാരണ പൊതുവിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഇതുപോലെ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു. ഇവ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത രീതിയിലായിരിക്കാം. അതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അല്ലേ. ഇങ്ങനെ സാമൂഹീകരണത്തിലൂടെ ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ലിംഗഭേദം അനുസരിച്ച് സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവി ആയിരിക്കില്ല എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുക. അതായത് സമൂഹം ഒരു പ്രതീക്ഷിക്കുന്ന ഒരു പദവി ഉണ്ടായിരിക്കും, ലിംഗപദവി, അതായിരിക്കില്ല എല്ലാവർക്കും ഉണ്ടായിരിക്കുക. ചിലർ ലിംഗഭേദവുമായി പൊരുത്തപ്പെടാത്ത ലിംഗപദവിയുള്ള മനുഷ്യരായിരിക്കും. ചിലർ എന്തായിരിക്കും, ലിംഗഭേദവുമായി ആൺപെണ്ണെന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പൊരുത്തപ്പെടാത്ത ഒരു മനുഷ്യരായിരിക്കാം. അത്തരത്തിൽ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ലിംഗപദവി ഉള്ളവരെയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എന്ന് പറയുന്നത്? സമൂഹം പ്രതീക്ഷിക്കുന്ന ലിംഗപദവിയിൽ നിന്നും വ്യത്യസ്തമായ ആൾക്കാരാണ് ട്രാൻസ്ജെൻഡർ. അതായത് നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന 2 കാറ്റഗറിയാണ് ലിംഗപദവിയിൽ ലിംഗഭേദം എന്ന് പറയുന്നതിലുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിംഗപദവി എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിൽ വിചാരിച്ചിട്ടുണ്ട് ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണം, പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടായിരിക്കും. അതിൽ നിന്നും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരായിരിക്കാം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ജനന സമയത്ത് ഇതുമായിട്ട് എന്താണ് ഒരു പദവിയുമായിട്ട് ഒരു പൊരുത്തപ്പെടാത്ത വ്യക്തിയാണെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ഉണ്ടായിരിക്കും, ട്രാൻസ് സ്ത്രീയും ഉണ്ടായിരിക്കും. ട്രാൻസ് പുരുഷനും ഉണ്ടായിരിക്കും, ട്രാൻസ് സ്ത്രീയും ഉണ്ടായിരിക്കും അല്ലേ. ട്രാൻസ് മെയിലും ട്രാൻസ് ഫീമെയിലും ഉണ്ടായിരിക്കും. ട്രാൻസ് മേനും ട്രാൻസ് വുമൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി എന്താണ് സാമൂഹീകരണം എന്ന് വെച്ചാൽ എന്താണ്? ജനനം മുതൽ ജീവിതകാലം മുഴുവനും തുടരുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾ അവർ ജനിക്കുന്ന സമയത്ത് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ അറിവുണ്ടാവുകയില്ല. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതിനായി ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങളും വഴക്കങ്ങളും അവർ പഠിച്ചെടുക്കുന്നു. ഈ പഠിച്ചെടുക്കൽ പ്രക്രിയയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. ജനസമയത്ത് ഇതിന് സമൂഹത്തിനെ കുറിച്ചൊന്നും ബോധം ഉണ്ടായിരിക്കില്ല. അങ്ങനെ വളർച്ചയുടെ സമയത്താണല്ലേ ഓരോന്നിനെ കുറിച്ച് പഠിക്കുന്നത്. അതിനെയാണെന്ന് പറയുന്നത് സാമൂഹീകരണം എന്ന് പറയുന്നത്. ലിംഗഭേദം നമ്മെ ജീവശാസ്ത്രപരമായി ആണെന്നോ പെണ്ണെന്നോ തരംതിരിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ലിംഗഭേദം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് നേരത്തെ, ആണാണോ പെണ്ണാണോ എന്ന് പറയുന്നതാണ് ലിംഗഭേദം എന്ന് പറയുന്നത്. ലിംഗപദവി നമ്മളിൽ പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം നിർമ്മിച്ചെടുക്കുന്നു. ലിംഗപദവി എന്ന് പറയുന്നത് എന്താണ്? പുരുഷത്വം അല്ലെങ്കിൽ സ്ത്രീത്വം നിർമ്മിച്ചെടുക്കുന്നു. പുരുഷൻ, സ്ത്രീ എന്നിവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളെയാണ് പുരുഷത്വം, സ്ത്രീത്വം എന്നീ പദങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് നമുക്കറിയാം പുരുഷനും സ്ത്രീയും സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു പെരുമാറ്റങ്ങളുണ്ട് അല്ലേ. പുരുഷത്വം, സ്ത്രീത്വം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. പുരുഷൻ കരുത്തിൻ്റെ പ്രതീകമാണെന്നും സ്ത്രീ വാത്സല്യത്തിൻ്റെ പ്രതീകമാണെന്നും കരുതുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇതൊക്കെ സമൂഹത്തിലെ ഓൾറെഡി ഉള്ള ചിന്തകളാണ് അല്ലേ. പുരുഷന്മാർ കരയാൻ പാടില്ല എന്നും സ്ത്രീകൾ കൂടുതൽ വൈകാരികതയുള്ളവരുമാണെന്ന് കരുതുന്ന മറ്റൊരു ഉദാഹരണമാണ്. അപ്പോൾ ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ആർജിക്കുന്നതിനാൽ അത് ആരോപിത പദവിയാണ്. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ആരോപിത പദവി, ആർജിത പദവി എന്ന് പറയുന്ന 2 ടേംസ് ഉണ്ട്. ഇതിൽ ലിംഗഭേദം ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന, ലിംഗഭേദം എന്ന് വെച്ചാൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, അത് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നത് കാരണം അതിനെ എന്ന് പറയും ആരോപിത പദവി എന്ന് പറയുന്നു. ആരോപിത പദവി എന്ന് പറയുന്നു. ലിംഗപദവി എന്ന് വെച്ചാൽ ഒരു ആർജിത പദവിയാണ്. അത് നമ്മൾ ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്നും പഠിച്ച് രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആർജിത പദവിയാണെന്ന് പറയുന്നത് ലിംഗപദവി എന്ന് പറയുന്നത്. അത് നമ്മൾ ജനിക്കുന്ന സംസ്കാരത്തിൽ നിന്നും ജീവിക്കുന്ന സംസ്കാരത്തിൽ നിന്നും പഠിച്ച് രൂപപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് ആരോപിത പദവി അല്ലെങ്കിൽ ആർജിത പദവി എന്നൊക്കെ എന്താണെന്ന് പറയുന്നുണ്ട്. ആരോപിത പദവി എന്ന് വെച്ചാൽ എന്താണ്? ജനനത്താൽ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക പദവിയാണ് ആരോപിത പദവി. അതായത് പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങിയ ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങൾ ആരോപിത പദവിക്ക് ഉദാഹരണങ്ങളാണ്. ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങളാണ് ഈ ആരോപിത പദവിയിൽ വരുന്നത്. അതായത് പ്രായം, വംശം, ലിംഗഭേദം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമില്ല, ജനനത്തിലൂടെ ലഭിക്കുന്നതാണ് അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് ആരോപിത പദവി എന്ന് പറയുന്നത്.
വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. വ്യക്തികൾ സ്വന്തം കഴിവിലൂടെയും തെരഞ്ഞെടുപ്പുകളിലൂടെയും നേടിയെടുക്കുന്ന സാമൂഹിക പദവിയാണ് ആർജിത പദവി. വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം തുടങ്ങിയവ ആർജിത പദവിക്ക് ഉദാഹരണങ്ങളാണ്. വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം തുടങ്ങിയവ എന്താണ്? ആർജിത പദവിക്ക് ഉദാഹരണങ്ങളാണ്. കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നവയാണ്. അപ്പോൾ കാലക്രമേണ സമൂഹത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന പദവിയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ വൈദഗ്ധ്യമൊക്കെ എന്താണ്? നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ആർജിത പദവിയിൽ വരുന്നത്. കാലക്രമേണ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നവയാണവ. ലിംഗപദവി സാമൂഹിക ഇടപെടലുകളിലൂടെ പഠിച്ചെടുത്ത് ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ് അതൊരു ആർജിത പദവി ആകുന്നത്. അപ്പോൾ ലിംഗപദവി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്ന കാരണം, സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാരണമാണ് ഇത് ആകുന്നത് ആർജിത പദവി ആകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ആരോപിത പദവി എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞത്? പ്രായം, വംശം, ലിംഗഭേദം തുടങ്ങിയ ആ കാര്യങ്ങളൊന്നും വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനാവാത്ത കാര്യങ്ങളാണ്. അതായത് ജനനത്താൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ നമ്മൾ എന്ന് പറയുന്നു ആരോപിത പദവി എന്ന് പറയുന്നു. എന്നാൽ വ്യക്തിക്ക് ലഭിക്കാതെ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും യോഗ്യതയ്ക്കെന്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് ആർജിത പദവി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ലിംഗഭേദത്തിൽ നിന്ന് ലിംഗപദവി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നാം പറഞ്ഞു. ജനനത്തെയോ ശരീരത്തെയോ ആശ്രയിച്ചല്ല, മറിച്ച് സാമൂഹിക ഇടപെടലിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ജനശരീരവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് എന്താണ്? സാമൂഹിക ഇടപെടലിലൂടെയും സാമൂഹിക വഴക്കങ്ങളിലൂടെയും ഉണ്ടാകുന്ന ശീലങ്ങളിലൂടെയാണ് ലിംഗപദവി നിശ്ചയിക്കപ്പെടുന്നത്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥാനമാണ് അല്ലേ സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിലെ എന്താണ് ഒരു വ്യക്തിയുടെ സ്ഥാനമാണ് പദവി എന്ന് പറയുന്നത്. സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പദവി എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നുവെന്നും അല്ലെങ്കിൽ നിർവചിക്കപ്പെടുന്നുവെന്നും ഉള്ളതിൻ്റെ നിർണായക ഘടകമാണ് പദവി. എല്ലാ സമൂഹങ്ങളും അതിനുള്ളിലെ അംഗങ്ങളെ പദവിക്കനുസരിച്ച് വർഗീകരിച്ചിട്ടുണ്ട്. അതിലൂടെ സാമൂഹിക ശ്രേണീകരണം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ സമൂഹത്തിൽ വ്യക്തികൾ ഉയർന്ന പദവിയുള്ളവരെന്നും താഴ്ന്ന പദവിയുള്ളവരെന്നും നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് പദവി എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിൽ കുറേ വർഗീകരണം ഉണ്ട് അല്ലേ. അപ്പോൾ അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഉയർന്ന പദവി, താഴ്ന്ന പദവി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എന്ന് പറയുന്നത് പദവി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സാമൂഹിക വ്യവസ്ഥയ്ക്കുള്ളിൽ വ്യക്തികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു, അതായത് ഒരു വ്യവസ്ഥയ്ക്കുള്ളിൽ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി പരിഗണിക്കപ്പെടുന്നത്, അതായത് താഴ്ന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഉയർന്ന പദവിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അതിനെയാണ് ആ ഒരു ടൈമിനാണ് പറയുന്നത് പദവി എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത് അതിനെയാണെന്ന് പറയുന്നത് പദവി എന്ന് പറയുന്നത്. ഇനി എന്താണ് സാമൂഹിക ശ്രേണീകരണം? സാമൂഹിക ശ്രേണീകരണം എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളിലായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. എന്താണ് സാമൂഹിക ശ്രേണീകരണം? സമൂഹത്തിലെ വ്യക്തികളെ തുല്യതയില്ലാത്ത തരത്തിൽ വിവിധ തട്ടുകളിലായോ ശ്രേണികളായോ സാമൂഹികമായി സ്ഥാനപ്പെടുത്തുന്നതിനെയാണ് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഉയർന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് സമൂഹത്തിൽ ഉന്നത പദവികളും താഴ്ന്ന തട്ടിലായി സ്ഥാനപ്പെടുത്തപ്പെട്ടവർക്ക് എന്താണ് സമൂഹത്തിൽ താഴ്ന്ന തരം പദവി ലഭിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. അടിമത്ത വ്യവസ്ഥ, ജാതി വ്യവസ്ഥ തുടങ്ങിയവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില സാമൂഹിക ശ്രേണികൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സാമൂഹിക ശ്രേണീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഉയർന്നത് താഴ്ന്നതെന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഇതിനെയാണെന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം. അതായത് തട്ടുകളായിട്ട് വരുന്ന ഒരു ഘട്ടങ്ങളായിട്ട് വരുന്നില്ല, തട്ടുകളായിട്ട് വരിക അല്ലെങ്കിൽ ശ്രേണികളായിട്ടൊക്കെ വരുന്നതിനാണെന്ന് പറയുന്നത് ശ്രേണീകരണം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർന്ന പദവി താഴ്ന്ന പദവി അല്ലെങ്കിൽ എന്താണ് പറയുക അടിമത്ത വ്യവസ്ഥയും ജാതി വ്യവസ്ഥയൊക്കെ എന്താണ് ഇങ്ങനെ സമൂഹത്തിൽ നിന്ന സാമൂഹിക ശ്രേണികളാണ്. അതായത് ഉയർന്ന ജാതി താഴ്ന്ന ജാതി, അടിമത്താണെന്നുണ്ടെങ്കിലോ ചിലർ ജന്മിമാരാണെങ്കിൽ അവർക്ക് കീഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അങ്ങനെ ഓരോ വ്യത്യസ്ത തരം എന്താണ് പദവികളാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെയാണെന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളുടെയും പദവി തുല്യ ശ്രേണിയിലാണോ? വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ട് അല്ലേ. ഇനി ക്ലോഡിയ ഗോൾഡിൻ ആരാണ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ
ഗോൾഡിൻ. അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ കൂടുതലായിട്ട് ഈ സമൂഹത്തിൽ നിൽക്കുന്ന അല്ലേ ഈ ഫീമെയിൽസിന് എന്തൊക്കെയാണ് പദവികളില്ല അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു ഗവേഷണം ചെയ്യുന്ന ഒരാളായിരുന്നു ക്ലോഡിയ ഗോൾഡിൻ. ആൾക്ക് എത്രയാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിക്കുന്ന 3ാമത്തെ വനിതയാണ് ഈ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലിംഗപദവിപരമായ പങ്കുകൾ ജെൻഡർ റൂൾസ് പറയുന്നുണ്ട്, നോക്കാം. അതായത് ഇപ്പോൾ ഒരാൾ പറയുന്നത് ഒരു പെൺകുട്ടി പറയുന്നുണ്ട് കാറോട്ട് മത്സരമാണ് ഇഷ്ടമെന്ന്. പക്ഷേ അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർക്കും സ്ത്രീകൾക്ക് ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണ് ഇതൊക്കെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറേയൊക്കെ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പദവിയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് പങ്ക്. ഒരു സമൂഹത്തിൽ പുരുഷനും സ്ത്രീയും എങ്ങനെയൊക്കെ സംസാരിക്കണം, ചിന്തിക്കണം, വസ്ത്രം ധരിക്കണം, പെരുമാറണം, എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്നുള്ള പ്രതീക്ഷകളാണ് ലിംഗപദവിപരമായ പങ്ക് എന്ന പദം സൂചിപ്പിക്കുന്നത്. നമുക്ക് അറിയാം അല്ലേ, ഇപ്പോൾ ഒരു സ്ത്രീകൾ എന്ത് ധരിക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നതിനാണ് പറയുന്നത് പങ്ക് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹം പുരുഷത്വത്തോടും സ്ത്രീത്വത്തോടും ബന്ധപ്പെടുത്തുന്ന പ്രത്യേക സ്വഭാവങ്ങളും മനോഭാവങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലിംഗപദവിപരമായ പങ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാക്കേണ്ടത് പുരുഷനാണ്, വീട്ടു ജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളാണെന്ന ധാരണ ചില സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലേ, എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പങ്കുകൾ വ്യക്തികളുടെ തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നു. ലിംഗപദവിപരമായ പങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിരവധി വഴക്കങ്ങളും ശീലങ്ങളും പ്രകടമാണ്. അതായത് ഈ പങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുട്ടാണ്? ഓരോരുത്തർക്കും, അതായത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഇന്നത് ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിനെയാണെന്ന് പറയുന്നത് പങ്ക് എന്ന് റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലിംഗപദവിയും സാമൂഹിക വഴക്കങ്ങളും. ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന സതി എന്ന സാമൂഹിക അനാചാരത്തെ സൂചിപ്പിക്കുന്ന ചിത്രം നൽകിയിട്ടുണ്ട് ഇവിടെ. സതി എന്ന് പറയുന്നത് അല്ലേ. ആരാണ് സതി നിർത്തലാക്കിയത്? വില്യം ബെൻഡിക്കിൻ്റെ സഹായത്തോടെ. ആരാണ് നിർത്തലാക്കിയത്? രാജാറാം മോഹൻ റോയ് ആണല്ലേ. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അയാളുടെ ചിതയിൽ ചാടി ജീവൻ വെടിയണമെന്ന അനാചാരമായിരുന്നു സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹിക അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. വ്യക്തികളെ തൊട്ടുകൂടായ്മ എന്ന് വെച്ചാൽ എന്താണ്? സതി എന്ന് വെച്ചാൽ എന്താണ്? ഭർത്താവ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും കൂടി തീയിൽ ചാടണം അല്ലേ, അതാണ് സതി എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവമാണ് തൊട്ടുകൂടായ്മ. വ്യക്തികളെ വ്യത്യസ്ത ജാതിയിൽ ഉൾപ്പെടുത്തി അതിൽ താഴ്ന്ന ജാതിയായിട്ട് കരുതപ്പെട്ടവർ ഉയർന്ന ജാതിയായി കരുതപ്പെട്ടവരിൽ നിന്നും നിശ്ചിത അകലം പാലിച്ച് മാത്രമേ സമൂഹത്തിൽ ഇടപെടുവാൻ പാടുള്ളൂ എന്ന അനാചാരമായിരുന്നു തൊട്ടുകൂടായ്മ. അതായത് താഴ്ന്ന ജാതിക്കാരും ഉയർന്ന ജാതിക്കാരും ഇവർ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ഇതായിരുന്നു എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. സതിയും തൊട്ടുകൂടായ്മയും പണ്ട് കാലങ്ങളിൽ നിയമം പോലെ പാലിച്ചവരാണെന്നാൽ പിന്നീട് സാമൂഹിക പരിഷ്കരണങ്ങളുടെ ഭാഗമായി നിയമനിർമ്മാണത്തിലൂടെ അവ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. 1987 സതി നിരോധന നിയമത്തിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റ് സതി നിരോധിച്ചത്. ചോദിക്കാട്ടോ, സതി നിരോധിക്കുന്ന എന്നാണ്? 1987 1987 സതി നിരോധിക്കുന്നത്. സ്വമേധയാലോ നിർബന്ധപൂർവമോ സതി ആചരിക്കുന്നതും സതി സമ്പ്രദായത്തെ അനുകൂലിച്ച് പ്രസ്താവന നടത്തുന്നതും ഈ നിയമം നിരോധിക്കുന്നുണ്ട്. അതായത് സ്വമേധയാലാണെങ്കിലും ശരി, നിർബന്ധപൂർവ്വം, അതായത് സതി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നില്ലേ, നിരോധിക്കുകയാണ് ചെയ്യുന്നത്. 1987 നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 17 നമുക്കറിയാം, ആർട്ടിക്കിൾ 17 ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് നിരോധിക്കുന്ന ആർട്ടിക്കിൾ. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 1955 പൗരാവകാശ സംരക്ഷണ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്ന അനാചാരം നിരോധിക്കപ്പെട്ടത്. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു, ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. 1915 പൗരാവകാശ സംരക്ഷണ നിയമം വരുന്നത്. അതിലൂടെയാണ് ഈ തൊട്ടുകൂടായ്മ നിർത്തലാക്കിയത്. എഴുതപ്പെടാത്തതും എന്നാൽ ഒരു സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതുമായ ചില വഴക്കങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്. ഇവയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? കുറേ നിയമങ്ങൾ പണ്ട് തൊട്ട് ഉണ്ടാക്കി കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സതി എന്ന് പറയുന്നതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. അങ്ങനെ നിർത്തലാക്കിയതാണ്. അപ്പോൾ അത് ഇപ്പോഴും അവരുടെ വിശ്വാസങ്ങളാണല്ലേ,
ചെയ്യുന്നത് ഓരോ ജാതി അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളാണ് അല്ലെങ്കിൽ പെരുമാറ്റങ്ങളായിരിക്കും, അവരുടെ മനോഭാവങ്ങളൊക്കെ എന്താണ് ലിഖിതമല്ല, എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അലിഖിതമാണ് അല്ലേ, അലിഖിത നിയമങ്ങളാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുന്നതും നന്ദി പറയുന്നതൊക്കെ എന്താണ് ഒരു വഴക്കങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ. ഒരു വ്യക്തിയെയും ശാരീരികമായി ഉപദ്രവിക്കരുതെന്ന് പറയുന്ന നിയമമാണോ വഴക്കാണോ? അത് നിയമമാണ്. ഒരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കരുത് അല്ലേ, അത് നിയമമാണ്. മുതിർന്ന പൗരരെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്താണ് വഴക്കമാണ് അല്ലേ, വഴക്കമാണ്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത് നിർബന്ധമായ ഹെൽമെറ്റ് ധരിക്കണം എന്താണ് നിയമമാണ്. അതുപോലെ തന്നെ ശാരീരിക പ്രത്യേകതകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തരുതെന്ന് പറയുന്നത് എന്താണത്? അതെന്താണ്? വഴക്കാണോ നിയമമാണോ? വഴക്കാണ് അല്ലേ. അപ്പോൾ അതങ്ങനെ പല മുതിർന്ന പൗരരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു വഴക്കമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിയമങ്ങളായിട്ടും അതുപോലെ തന്നെ വഴക്കങ്ങളായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ലിംഗപദവി വാർപ്പ് മാതൃകകൾ. ഇവിടെ നോക്കി കുറച്ച് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്. പ്രയാസമേറിയ ജോലി കൂടുതൽ ചെയ്യുന്ന പുരുഷന്മാരാണ്. കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ടത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. സ്പോർട്സ് ഡ്രൈവിംഗ് ഒക്കെ ആൺകുട്ടികൾക്കുള്ളതാണ്. സ്ത്രീകൾക്ക് കഠിനമായി ശാരീരികമൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ എന്ന രീതിയിൽ സമൂഹം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ഇവരുടെ അടിസ്ഥാന ഗുണങ്ങൾ എന്ന രീതിയിൽ പൊതുവെ പലരും കാണുന്നു. അപ്പോൾ ഇതൊക്കെ സമൂഹത്തിലെ തെറ്റിദ്ധാരണകളാണ്. ഇത്തരത്തിൽ വസ്തുതയില്ലാത്തതോ ഭാഗികമായി മാത്രം ശരിയാവുന്നതായി ചില കാര്യങ്ങളെ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അടിസ്ഥാന ഗുണങ്ങളാക്കി വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലൂടെ വാർപ്പ് മാതൃക സൃഷ്ടിക്കപ്പെടുന്നു. അതായത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലേ, കുറേ വഴക്കങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് കുറേ റോൾസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോന്നൊക്കെ പറഞ്ഞ് ആ ഒരു അടിസ്ഥാന അതിനെയാണെന്ന് പറയുന്നത് വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ വാർപ്പ് മാതൃക എന്ന് വെച്ചാൽ സാമാന്യവൽകൃതമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സവിശേഷ വിഭാഗങ്ങളുടെയും ജനതകളുടെയും സാമൂഹികമായി വർഗീകരിക്കുന്ന രീതിയാണ് വാർപ്പ് മാതൃക എന്ന് പറയുന്നത്. വർഗം, ജാതി, മതം, തൊഴിൽ, ഭാഷ, ലിംഗപദവി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ വാർപ്പ് മാതൃകകൾ രൂപീകരിക്കാറുണ്ട്. ലിംഗം, പദവി, അതുപോലെ തന്നെ എന്താണ് വർഗം, ജാതി, മതം, തൊഴിൽ എന്നിങ്ങനെയൊക്കെ എന്താണ് വാർപ്പ് മാതൃകകൾ രൂപവൽക്കരിക്കാറുണ്ട്. അപ്പോൾ ലിംഗപദവി വാർപ്പ് മാതൃകകൾ ഉദാഹരണങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. അതായത് നേഴ്സ് ആവാൻ നല്ലത് സ്ത്രീകളാണ്, പുരുഷന്മാർ അതിന് അനുയോജ്യമല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് പാടുള്ളൂ, ഇന്നത് ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് പാടില്ല, അല്ലെങ്കിൽ ഇന്നത് പുരുഷന്മാർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ, സ്ത്രീകൾക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്ന കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കമ്പാരിസൺ അല്ലേ, അതിനാണെന്ന് പറയുന്നത് വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത്. ലിംഗപദവിപരമായ പങ്കുകൾ, വഴക്കങ്ങൾ, വാർപ്പ് മാതൃകകൾ എന്നിവയാണ് ലിംഗപദവി വ്യത്യാസത്തിന് കാരണം. ഇനി മാധ്യമങ്ങളും ലിംഗപദവി വാർപ്പ് മാതൃകകളും എങ്ങനെയാണ് മാധ്യമങ്ങൾ ഇതിന് കാരണമാകുന്നതെന്നാണ് പറയുന്നത്. ടെലിവിഷനിലും ഓൺലൈൻ സ്ട്രീമിംഗ് ഇടങ്ങളിലും വരുന്ന പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ താഴെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനോ ഉപയോഗിച്ച് കാണിക്കാനൊക്കെ സ്ക്രീനിൽ വരുന്നത് കൂടുതലും സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറിപ്പൊടികളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളായിരിക്കും അല്ലേ. അതുപോലെ പാത്രം കഴുകുന്ന സാമഗ്രികളാണെന്നുണ്ടെങ്കിലോ സ്ത്രീകളായിരിക്കും. ബൈക്കുകളും കാറുകളാണെന്നുണ്ടെങ്കിലോ ആർക്കായിരിക്കും? പുരുഷന്മാർക്കായിരിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സ്ത്രീകൾക്കായിരിക്കും. അങ്ങനെ ഓരോന്നും ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. കൂടുതൽ പരസ്യങ്ങൾ നിരീക്ഷിക്കും. അപ്പോൾ പരസ്യങ്ങൾ ലിംഗപദവി വാർപ്പ് മാതൃകയെ പല രീതിയിൽ ബലപ്പെടുത്തുന്നതായിട്ട് കാണാം. അപ്പോൾ ലിംഗപദവി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്കുള്ളതാണ് പുരുഷന്മാർക്കുള്ളതാണെന്നൊക്കെ ആക്കി മാറ്റുന്നതിൽ കുറച്ചൊക്കെ ആർക്കും പങ്കുണ്ട്. വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾക്കൊക്കെ പങ്കുണ്ട്. ഇനി ഭാഷയും അതുപോലെ തന്നെ ലിംഗപദവിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലിംഗപദവി വാർപ്പ് മാതൃകയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട് അല്ലേ. പൗരൻ, മനുഷ്യൻ തുടങ്ങി പുരുഷനെയാണെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെയാവും എല്ലാവരെയും സൂചിപ്പിക്കുന്ന പൊതുവാക്കുകളായിട്ട് മാറിയത്. അതായത് എന്താ പറയുന്നത്, പൗരൻ, മനുഷ്യൻ എന്ന് പറയുന്നത് പുരുഷനെയാണെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് എല്ലാവരെയും മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും പൗരൻ എന്ന് പറയുന്നതായിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് പുരുഷ ഡോക്ടർ എന്ന് പറയാതിരിക്കുകയും ലേഡി ഡോക്ടർ എന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ എന്ന വാക്ക് മാത്രം പറഞ്ഞാൽ അത് കൂടുതലും പുരുഷനെ മാത്രമാണ് അഭിസംബോധന ചെയ്യുന്ന വാക്കായിട്ട് തോന്നുന്നത്. നമുക്കറിയാം നമ്മൾ മെയിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അവിടെ ഡോക്ടർ എന്ന് മാത്രം പറയുന്നുള്ളൂ. എന്നാൽ ലേഡി ഡോക്ടർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ലേഡി ഡോക്ടറിന് മാത്രം ലേഡി ഡോക്ടർ എന്ന് പറയുന്നുണ്ട്? ഡോക്ടർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടർ എന്ന് പറയുകയാണെങ്കിൽ അത് ആണാന്ന് തോന്നാൻ കാരണം എന്താണ്?
അപ്പം അതൊക്കെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അതുപോലെ പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളൊക്കെ എല്ലാം ഇത്തരത്തിൽ ഇപ്പോഴും പ്രയോഗിച്ച് വരുന്നുണ്ട്. അതായത് ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് പ്രയോഗിക്കുന്നതിലൂടെ വാർപ്പ് മാതൃകകൾ ഉറപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചെയ്യുന്നതിലൂടെ അല്ല എപ്പോഴും ഇങ്ങനത്തെ തന്നെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എന്താണ് ചെയ്യാണ് ആവർത്തിച്ച് പറയുമ്പോൾ കൂടുതലും ഈ വാർപ്പ് മാതൃകകൾ ഉറപ്പാക്കപ്പെടാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണെന്ന് പറയുന്നത് വാർപ്പ് മാതൃകകൾ എന്ന് പറയുന്നത് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഭാഷ വഴിയുള്ള അത്തരം വാർപ്പ് മാതൃക ഉറപ്പിക്കൽ എങ്ങനെയാ പ്രതിരോധിക്കാം? ലിംഗപദവി ഉൾച്ചേർന്ന പദങ്ങളും പ്രയോഗങ്ങളും ചെറുക്കാനുള്ള മാർഗങ്ങളാണ്. അതായത് ടീച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷനോ സ്ത്രീയോ തിരിച്ചറിയാൻ കഴിയുന്നവയാണോ? അപ്പോൾ നമ്മൾ എന്തെന്ന് വിളിക്കണം? ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു വേർഡായിട്ട് ടീച്ചർ എന്നുള്ളത് മാറ്റണം. അതുപോലെ തന്നെ എഞ്ചിനീയർ എന്ന് വെച്ചാൽ ആണാന്ന് പറയാൻ പാടില്ല. എന്താണ് എഞ്ചിനീയർ എന്ന് വെച്ചാൽ ആണും പെണ്ണും ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ നേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ആൺ പെൺ എന്ന് പറയുന്ന ഒരു ഇതിൽ വരരുത്, ഒരു ഫുൾ കാറ്റഗറി ആയിട്ട് പറയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇങ്ങനെ ഭാഷയിലൂടെ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന ഘടകങ്ങളാണ് മാധ്യമങ്ങളും ഭാഷയും നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കല, സാഹിത്യം മുതലായവയും ലിംഗപദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്നുണ്ട്. കുടുംബമാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കല, സാഹിത്യം എന്നിവയിലൊക്കെ എന്താണ് ഈ വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ലിംഗപദവീപരമായ പങ്കുകളും വഴക്കങ്ങളും വാർപ്പ് മാതൃകകളും ലിംഗപദവി വ്യത്യാസത്തിലേക്ക് നയിക്കുന്നുണ്ട് അല്ലേ. ഇവ സമൂഹത്തിൽ ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കും ലിംഗവിവേചനങ്ങൾക്കും കാരണമാകുന്നു. ഇങ്ങനെ സമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും മറ്റ് ലിംഗപദവിയിലുള്ളവർക്കും തുല്യമല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇനി ലിംഗപദവി അധിഷ്ഠിതമായ അതിക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ടല്ലോ. സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവം, ഭർത്തൃ വീട്ടുകാർക്കെതിരെ കേസ്, ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതുയിടങ്ങളിൽ അവഹേളിച്ചു, പെൺ ഭ്രൂണത്തേക്ക് സഹായിച്ചു, തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറയുന്നിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തുല്യ ലിംഗ പദവി ലഭ്യമാകുന്നുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നോക്കാം. ന്യായ സമൂഹം എന്ന് വെച്ചാൽ എന്താണ്? ന്യായ സമൂഹം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ന്യായ സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്താണ് ന്യായ സമൂഹം എന്ന് വെച്ചാൽ ജാതി, മതം, ലിംഗ പദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന സമൂഹത്തെയാണ് ന്യായ സമൂഹം എന്ന് പറയുന്നത്. എല്ലാവർക്കും ന്യായം ഉറപ്പാക്കുക. അതായത് ജാതി, മതം, ലിംഗ പദവി എന്നീ ഭേദങ്ങളൊന്നും നോക്കാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന സമൂഹത്തെയാണ് ന്യായ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാമെന്ന്. ന്യായ സമൂഹത്തെ കുറിച്ചിട്ട് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആണ് പറഞ്ഞത്. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാമെന്ന്. ഓക്കെ, ലിംഗവിവേചനമില്ലാത്ത ലോകം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാണ്. നമുക്കറിയാം മേൽമുണ്ട് സമരം, കല്ലുമാല സമരമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് പണ്ട് കാലത്ത്. നമുക്ക് നോക്കാം. മേൽമുണ്ട് സമരം എന്ന് വെച്ചാൽ എന്താണ്? മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള നടന്നത് എന്നാണ്? 1859 അല്ലേ. വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് ഈ മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പം മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് പണ്ട് പല ആളുകൾക്കും മേൽമുണ്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഇവരുടെ കുറേ ഇടപെടലുകൾ കൂടിയിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല. കുറേ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ നടപ്പിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് കല്ലുമാല സമരം? കല്ലുമാല സമരം എന്നാണ്? 1815 കല്ലുമാല സമരം നടക്കുന്നത്. എന്നാണ്? ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല സമരം നടക്കുന്നത്. അധസ്ഥിത വിഭാഗമായി കണക്കാക്കിയിരുന്ന പുലയ വിഭാഗത്തിലെ സ്ത്രീകൾ ജാതീയതയുടെ അടയാളമായിട്ട് കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയവ കൊണ്ടുള്ള മാലകൾ നിർബന്ധിതമായിട്ട് അണിയേണ്ടി വന്നിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തെ പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. കല്ലുമാല സമരനെ പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും കൊല്ലം സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്നാണ്? കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? കൊല്ലത്താണ്. 1815 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. അതായത് താഴ്ന്ന സ്ത്രീകൾ ഈ കുപ്പിച്ചില്ല്
നെയിലും അതുപോലെ തന്നെ ഈ എന്താണ് പ്ലാസ്റ്റിക് കൊണ്ടും കല്ലുകൊണ്ടൊക്കെ ഒരു മാല അണിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴ്ന്ന ജാതി എന്ന് കാണിക്കുന്നതിന് വേണ്ടി. ഇതിനെതിരെയാണ് അയ്യങ്കാളി സമരത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാതി വിവേചനത്തോടൊപ്പം അധികമായി ലിംഗവിവേചനം കൂടി നേരിട്ട സ്ത്രീകൾ ചരിത്രത്തിൽ നടത്തിയ പോരാട്ടങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളാണിവ. നിലനിന്നിരുന്ന വാർപ്പു മാതൃകകൾ, വഴക്കങ്ങൾ എന്നിവയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ വിവേചനങ്ങളെ അതിജീവിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഇത് നൽകിയിട്ടില്ലേ, വാർത്ത നൽകിയിട്ടുണ്ട്. ലിംഗവിവേചന വാക്കുകൾ കോടതിയിൽ നിന്നും ഒഴിവാക്കി. ലിംഗസമ്മതത്തിനെതിരെ സംസാരിച്ചു. ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുരോഗമനമായ നിലപാട് കൈക്കൊള്ളും. സ്പെയിനിലെ തൊഴിലിടങ്ങളിൽ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചല്ലോ. വിവിധ ലിംഗപതിയിലുള്ളവർക്ക് തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. ഏതെങ്കിലും സവിശേഷമായ ലിംഗപതിയിലുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ചില മേഖലകളിൽ ലഭിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. ലിംഗപദവികൾക്കിടയിലെ തുല്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണമാണ് ലിംഗപദവി വിവേചനം എന്ന് പറയുന്നത്. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിന് വേണ്ടി മറ്റു ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം എന്ന് പറയുന്നത്. ഒരു ലിംഗപദവിയുടെ ആധിപത്യത്തിന് വേണ്ടി മറ്റു ലിംഗപദവികളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ് ലിംഗപദവി വിവേചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ എങ്ങനെയാണ് ലിംഗപദവി എന്നത് പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 14 എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിലുള്ള സമത്വം പറയുന്നത് അല്ലേ. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു വ്യക്തിയും ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നേരിടരുതെന്ന് അനുച്ഛേദം 15 പ്രസ്താവിക്കുന്നുണ്ട്. അനുച്ഛേദം ആർട്ടിക്കിൾ 15 എന്നാണ് പറയുന്നത് ജാതി മത വിവേചനങ്ങൾക്കെതിരെയുള്ള സമത്വം തടയുക അല്ലെ. ജാതി മതം വിവേചനങ്ങൾക്കെതിരെയുള്ള സമത്വം തടയുക. അതായത് അവർ ജാതി മത വിവേചനം എന്നിവ മൂലം എന്ത് ചെയ്യരുത് വ്യത്യാസപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിവേചനം നേരിടരുതെന്ന് പറയുന്നില്ലേ. ജാതി മത ലിംഗഭേദ പ്രായം വ്യത്യാസം അങ്ങനെയൊക്കെ അതിലൊക്കെ വിവേചനം നേരിടരുതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ലിംഗഭേദത്തോടൊപ്പം ലിംഗപദവിയും വ്യക്തികളുടെ സാമൂഹിക നിലയുടെ അടിസ്ഥാനമാണെന്ന് 2014 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവി യുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്ന് 2014 നെൽസ vs യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചു. അപ്പോൾ ചോദിക്കാമല്ലോ, 2014 നെൽസ vs യൂണിയൻ ഓഫ് ഇന്ത്യ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ വിവിധ അനുച്ഛേദങ്ങൾ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്ന്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട ചില അനുച്ഛേദങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 14 എന്താണ്? എല്ലാ ലിംഗപദവികളുടെയും തുല്യ അവകാശം അല്ലെ. നിയമത്തിന് മുമ്പിൽ എല്ലാവരുടെയും സമത്വം അല്ലെങ്കിൽ എല്ലാ ലിംഗപദവികളെയും തുല്യ അവകാശത്തെക്കുറിച്ച് പറയുന്നു. അനുച്ഛേദം 15 എന്താണ് പറയുന്നത്? ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 16 എന്താണ്? എല്ലാ പദവികൾക്കും അവസര സമത്വം ചോദിക്കാറുണ്ട്. അവസര സമത്വത്തെ പറയുന്ന ആർട്ടിക്കിൾ 16. ഇനി ആർട്ടിക്കിൾ 19(1)(a) 19 നമുക്കറിയാം മൗലിക അവകാശങ്ങളെ കുറിച്ച് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എയിൽ പറയുന്നത് എന്താണ്? എല്ലാ ലിംഗ പദവികൾക്കും സ്വതന്ത്രമായി വേഷം പെരുമാറ്റ പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കുവാനുള്ള അവകാശം ഉണ്ട്. ഇനി ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശമുണ്ട്. എല്ലാ ലിംഗ പദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശമുണ്ടെന്ന് ആർട്ടിക്കിൾ 21 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 51(a)(e) എന്താണ് പറയുന്നത്? സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. 51(a)(e) എന്താണ് പറയുന്നത്? സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ് എന്ന് പറയുന്നത് 51(a)(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 എല്ലാ ലിംഗ പദവികളെയും തുല്യാവകാശം പറഞ്ഞു. ആർട്ടിക്കിൾ 15 ഒരു വ്യക്തിക്കും ലിംഗ പദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാവാൻ പാടില്ല. ആർട്ടിക്കിൾ 16 എല്ലാ ലിംഗ പദവികൾക്കും അവസര സമത്വം. ആർട്ടിക്കിൾ 19(1)(a) എല്ലാ ലിംഗപദവികൾക്കും സ്വതന്ത്രമായ വേഷം പെരുമാറ്റം പ്രവൃത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കുമുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 51(a)(e) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരരുടെ മൗലിക കർത്തവ്യമാണ്. ഇതെല്ലാം ഉറപ്പായി നിലനിൽക്കേണ്ട ഒരു ന്യായ സമൂഹമാണ് രാജ്യത്തുണ്ടാകുന്ന നിലപാടാണ് നമ്മുടെ ഈ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം ന്യായ സമൂഹത്തിൽ ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും തുല്യമായ എല്ലാ ലിംഗപദവികൾക്കും ലഭിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ.
അസമത്വങ്ങൾ നിലനിൽക്കാത്ത ഒരു ന്യായ സമൂഹത്തെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. തുല്യനീതിയുള്ള ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാ ലിംഗപദവിയിലുള്ളവരെയും തുല്യമായി പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഉൾച്ചേർക്കൽ പ്രക്രിയയിൽ സമൂഹത്തിലെ ഓരോ അംഗവും പങ്കാളിയാവേണ്ടത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കുറേ ആർട്ടിക്കിൾസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്, ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.